മാതൃഭൂമിയുടെ തന്നെ ഒരു വാർത്ത ഞാൻ വായിക്കാം. കേന്ദ്രം നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചിട്ടും കേരളത്തിലെ കർഷകന് ഗുണമില്ല. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. കാരണം കേന്ദ്രം കൊടുക്കുന്ന പൈസ, കൂട്ടിക്കൊണ്ടിരിക്കുന്ന പൈസ, ആനുപാതികമായി കൂട്ടുന്ന പൈസ അതിനാനുപാതികമായിട്ട് കേരളം കുറച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. നെല്ലിന്റെ താങ്ങുവില കിൻഡലിന് 117 രൂപയാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത്. അതായത് എല്ലാം കൂടി ചേർന്ന് നിലവിൽ 28.32 രൂപയ്ക്കാണ് കേരളത്തിൽ നെല്ല് സംഭരിക്കുന്നത്. 21 രൂപ 83 പൈസ കേന്ദ്ര വിഹിതവും 6 രൂപ 37 പൈസ സംസ്ഥാന വിഹിതവുമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ ഈ പറയുന്ന കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്രം ഓരോ രൂപ വെച്ച് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അതിനാനുപാതികമായിട്ട് കേരളം കുറച്ചുകൊണ്ടുവരികയാണ്. ഇങ്ങനെ പോയാ മിക്കവാറും എന്റെ കയ്യിൽ ഞാൻ തല്ല് വാങ്ങിക്കും. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ നെല്ലിന്റെ വില എത്ര? ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും നെല്ലിന്റെ വില പറയും. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കരുത്, ഞാൻ കൊണ്ടിട്ടേ പോകും. നമ്മളിപ്പോ കേരളത്തിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ ഒരു സംസ്ഥാന സർക്കാരുണ്ട്. ഞാനൊരു സംസ്ഥാന സർക്കാരുണ്ട്. ഇപ്പൊ എനിക്ക് പോയിട്ട് ഇപ്പൊ ബീഹാറിൽ എത്രയാണ്, യുപിയിൽ എത്രയാണ്, മധ്യപ്രദേശിൽ എത്രയാണ്, എനിക്കിപ്പോ ഇവിടെ നോക്കാൻ കഴിയില്ല. ഇന്ത്യയില് കേരളം അല്ലാതെ വേറെ ഒരു സംസ്ഥാനവും ഭരിക്കേണ്ടി വരില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് മറ്റു സംസ്ഥാനത്തിൽ എത്ര എന്ന് ചോദിക്കാം. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, കേരളത്തിലെ കർഷകൻ 28 രൂപ കിട്ടുമ്പോൾ അതിൽ 21 രൂപയും കൊടുക്കുന്നത് കേന്ദ്രമാണ്. അതിന് മുമ്പ് കൂടുതൽ കൊടുത്തുകൊണ്ടിരുന്ന കേരള സർക്കാർ എന്ത് ചെയ്തു? ഓരോ രൂപയായിട്ട് വെട്ടിക്കുറച്ചു കൊണ്ടുവന്നു. ഇവിടത്തെ കാര്യം പറയുമ്പോൾ ഉടനെ യുപിയിലേക്ക് ഓടിയിട്ട് അവിടത്തെ കാര്യം പറഞ്ഞ് രക്ഷപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഞാൻ കണ്ടെടുത്തോളം കേരളത്തിൽ ക്വിന്റലിന് 2300 കൊടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉത്തർപ്രദേശിൽ ഞാൻ നോക്കുമ്പോൾ 2320 രൂപ ക്വിന്റലിനുണ്ടെന്നാണ് ഞാൻ കാണുന്നത്. ജനത്തിന്റെ വാർത്തയായിരിക്കും. അതിന്റെ ജനത്തിന്റെ വാർത്തയല്ല സഹോദര, ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തെടുത്ത വാർത്തയാണ്. ഇംഗ്ലീഷിലാണ് ഈ വാർത്ത നടക്കുന്നത്. താങ്കൾക്ക് അറിയാമെങ്കിൽ താങ്കൾ വായിച്ചു നോക്കുക. ഒന്നും വേണ്ടായിരുന്നു, വെറുതെ തെറി കിട്ടും.